നാല് പതിറ്റാണ്ടിലേറെ മാനവ വിഭവശേഷി രംഗത്ത് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ കരിയർ യാത്രയ്ക്ക് വഴികാട്ടിയായ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനുമായി കഴിഞ്ഞ വാരം സംപ്രേഷണം ചെയ്ത പ്രത്യേക അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. AI കാലഘട്ടത്തിൽ തൊഴിൽ ലോകം എങ്ങനെ മാറുന്നു, ഭാവിയിലെ അവസരങ്ങൾ എന്തൊക്കെയാണ്, യുവാക്കൾ എങ്ങനെ സ്വയം തയ്യാറാക്കണം തുടങ്ങിയ നിർണായക വിഷയങ്ങളാണ് ഈ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. വിദ്യാർത്ഥികൾ പഠനകാലത്ത് തന്നെ തൊഴിൽ മേഖലയ്ക്ക് തയ്യാറാകണമെന്ന് ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ പറയുന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ TCSന്റെ കണക്കനുസരിച്ചിട്ട് അവർ 1,00,000 ആൾക്കാരെയാണ് ഒരു വർഷം സ്കിൽ ചെയ്യുന്നത്. റീസെന്റ് നമ്മളെല്ലാവരും കേട്ടിരിക്കും ഒരു വലിയ വാർത്ത, ടാറ്റയിൽ നിന്ന് ഏകദേശം 1,20,000 ആൾക്കാരെ അവർ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പം എല്ലാവരുടെ വിചാരിച്ചത് ടാറ്റ ഒരു സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഒരു ഭാഗമായിരിക്കും എന്ന് വിചാരിച്ച് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത സമയത്തും അതിൻ്റെ ഒരു CEO കീർത്തിവാസന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ സ്കിൽ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഏകദേശം 1.5 ലക്ഷം ആൾക്കാരെ ഞങ്ങൾ സ്കില്ല് അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് ചെയ്തിട്ട് ആ സ്കില്ലിലേക്ക് വരാത്തവരും ഏകദേശം ഒരു 15,000 അഡ്വാൻസ് സ്കില്ലിലേക്ക് നമ്മൾ ചെയ്തിട്ട് എത്താത്തവരെയാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. അല്ലാതെ ഞങ്ങൾ ആൾക്കാരെ കുറച്ചെന്ന് പറഞ്ഞാൽ സ്കില്ല് ഇന്ന് ലോകത്തിലുള്ള എല്ലാ വർക്ക് ഫോഴ്സിനകത്തും ഏകദേശം 50% ആൾക്കാർക്ക് റീസ്കില്ല് ചെയ്തെങ്കിൽ മാത്രമേ അവർ ചെയ്യുന്ന ജോലികളിലേക്കോ അല്ലെങ്കിൽ അതിന് സമാനമായ ജോലികളിലേക്കോ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് സർവേ പറയുന്നത്. നമ്മളിപ്പോൾ MBBS കഴിഞ്ഞവരോ MD കഴിഞ്ഞവരോ അല്ലെങ്കിൽ കുറേ ഇപ്പോൾ എഞ്ചിനീയറിംഗ് തന്നെ കഴിഞ്ഞിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പം നമ്മളിപ്പം ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു B ഗ്രേഡ് ആൻഡ് C ഗ്രേഡ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെയാണ്. ഇപ്പോൾ IIT-യിലോ അല്ലെങ്കിൽ IIM-ലോ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ് എംപ്ലോയബിൾ ആണ്. കാരണം അവർ പ്രൊജക്ട് ബേസ്ഡ് സ്റ്റഡിയും കാര്യങ്ങളും സ്കിൽ ബേസ്ഡ് സ്റ്റഡിയൊക്കെയാണ് നടത്തുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ഡ്യുവൽ ലേണിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാര്യം ഇപ്പോൾ ജർമ്മനിയിൽ നമ്മൾ ആൾറെഡി ജർമ്മനിയായിട്ട് നമ്മൾ ബിസിനസ് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ജർമ്മനിയിലൊക്കെ ഞാനൊരു കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ പോകുന്ന സമയത്ത് ഞാൻ ആ ട്രെയിനകത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു പയ്യൻ വന്നിരിപ്പുണ്ടായിരുന്നു. അവൻ ലക്കിലി അവൻ ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അവൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകത്തുള്ളൂ. 4 ദിവസം അവൻ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ അവൻ ഇന്റേൺഷിപ്പാണ് ചെയ്യുന്നത്. കാര്യം അവൻ പഠിക്കുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഇൻഡസ്ട്രിയിൽ പോയിട്ട് 4 ദിവസം. അപ്പോൾ പിന്നെ അവന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവൻ ആ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവന് ജോലിക്ക് പോകാം. മാൻപവർ മേഖലയിൽ ഏറ്റവും വലിയ വെല്ലുവിളി വിശ്വാസ്യത നിലനിർത്തുക എന്നത് തന്നെയാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും സംവിധാനത്തിന് കഴിയണം. ഡിജിറ്റൽ ടെക്നോളജി വന്നതോടുകൂടിയൊക്കെ അതിനെയൊക്കെ വളരെ കാര്യമായിട്ട് തരണം ചെയ്യാൻ ഗവൺമെന്റിനും അതേമാതിരിയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളതിനിപ്പോൾ ഒരു സ്കില്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിമാറ്റ് എന്നാണ്, സീഗൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D എഡ്യൂക്കേഷൻ സ്കില്ലിംഗ് തിയേറ്ററാണ്. പ്രധാനമായിട്ടും ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലൊക്കെയാണ് നമ്മുടെ കൂടുതൽ റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ പോയിട്ട് അവർക്ക് ട്രെയിനിങ് എടുക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമേ അല്ല. കാര്യം അത്രയ്ക്ക് സേഫ്റ്റിയും സെക്യൂരിറ്റി റീസൺസും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറി അല്ലെങ്കിൽ ഒരു പ്ലാന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു 3D കൂടെ നമ്മൾ അവരെ കാണിക്കുന്ന സമയത്ത് അവരവിടെ വർക്ക് ചെയ്യാൻ അവർ സെലക്ഷനായി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. പിന്നെ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് ഒരുപാട് ജോലികൾ നഷ്ടപ്പെടുത്തുന്നുള്ള കാര്യം ടെക്നോളജി എപ്പോഴും നല്ലതാണ്. കാര്യം ഹ്യൂമൻ ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ്, ആക്യുറസി, പ്രഷർ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കകത്ത് AI ഈസ് വെരി ഗുഡ് ആൻഡ് ലോട്ട് ഓഫ് നമുക്ക് ടൈം സേവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഹ്യൂമൻ ഇൻ്റലിജൻസും അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ആണ്. തൊഴിൽ മേഖലയിൽ AI പോലുള്ള സാങ്കേതിക വിദ്യകളുടെ സ്വാധീനം വളരെ വലുതാണെന്നും സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. മാൻപവർ മേഖലയെ അടുത്ത 5 വർഷത്തിനുള്ളിൽ AI മാറ്റിമറിക്കും. AI doesn't have any sort of LQ. അപ്പോൾ ഈ LQ മാതിരിയുള്ള കാര്യം നമ്മളിപ്പോൾ ഒരു ഫുഡ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രാഗ്രൻസോടുകൂടി നമ്മളതിന് കിട്ടുന്ന ഒരിതും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന കിട്ടുന്ന ഒരു ഇൻറ്റിമസിയോ ഒന്നും നമുക്ക് AI കൂടെ നമുക്ക് കിട്ടില്ല. പക്ഷേ ഒരുപാട് ടെക്നോളജി വൈസ് ഒരുപാട് കാര്യങ്ങൾക്കകത്ത് നമ്മൾ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എപ്പോൾ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ജോലി പോകുമായിരുന്നു. നമ്മൾ പണ്ട് കമ്പ്യൂട്ടർ വന്ന സമയത്ത് ബാങ്ക് ജോലിയുള്ളവരുടെ ജോലി പോകുമെന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടർ അതിൻ്റെ എത്രയോ മടങ്ങ് വികസിച്ച് എത്രയോ ആൾക്കാർക്ക് ജോലി സാധ്യതകൾ കൂടി. ഭാവിയിൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാൻ പറ്റുന്ന മേഖലകൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം
തന്നെയാണ് ഒന്നാമത്തെ സ്ഥാനം. അതിനകത്ത് AI ഓട്ടോമേഷൻ, ഡേറ്റാ സയൻസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, പിന്നെ എത്തിക്കൽ ഹാക്കിങ്, സൈബർ സെക്യൂരിറ്റി, ഈ മേഖലകളിലൊക്കെ തന്നെ ധാരാളം ജോലി സാധ്യതകളുണ്ട്. അതുകൂടാതെ നമ്മൾ ബയോടെക്നോളജി, ഹെൽത്ത് കെയർ എന്ന് വളരെയേറെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ലോജിസ്റ്റിക് ആൻഡ് ഷിപ്പിംഗ് മേഖലയിൽ ഒരുപാട് സാധ്യതകളാണ് ഇത് വരുന്നത്. അതൊക്കെ നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ യുവാക്കൾക്ക് പ്രയോജനപ്പെടുന്ന ആവശ്യങ്ങളാണ്. ഇന്ത്യ ലോകത്തിന്റെ ഏറ്റവും വലിയ സ്കിൽ ഹബ് ആവാനുള്ള തയ്യാറെടുപ്പാണെന്നും ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. AI എല്ലാം കൈയടക്കി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ seagulljob4you.com എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പോർട്ടൽ, അത് AI കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു പോർട്ടൽ നമ്മൾ ഉണ്ടാക്കി. സോഹോ എന്ന് പറയുന്ന ഇന്ത്യയിലെയും ഇൻ്റർനാഷണലി തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള HR സോഫ്റ്റ്വെയറാണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, സോഹോ റിക്രൂട്ട്. അപ്പോൾ ഇതിനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കാൻഡിഡേറ്റിന് ആവശ്യമുള്ള CV ഞങ്ങളുടെ പോർട്ടലിലേക്ക് അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡേറ്റാ ബേസിനകത്തുള്ള സിസ്റ്റം അനുസരിച്ചിട്ട് അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യും, സെർച്ച് ചെയ്തിട്ട് വെദർ ഇറ്റ് ഈസ് നമ്മുടെ വേക്കൻസി ഉണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ പാസ് ചെയ്യും CVs. ഈ റിക്രൂട്ട്മെൻറ്റ് ഇൻഡസ്ട്രി ഒരു വർഷം ഏകദേശം 15 ലക്ഷം തൊട്ട് 20 ലക്ഷം ആൾക്കാർക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിദേശത്തേക്ക്. കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ ജോബ് മാർക്കറ്റ്സിലേക്ക് 1.5 കോടി ആൾക്കാരാണ് എൻട്രി ചെയ്യുന്ന ഒരു വർഷം ആവറേജ്. അതിനകത്ത് ഏകദേശം നമുക്കൊരു ഓർഗനൈസ്ഡ് സെക്ടറിനകത്ത് 65 തൊട്ട് 70 ലക്ഷം ആൾക്കാർക്കാണ് ജോലി കിട്ടുന്നത്. ബാക്കിയുള്ളൊരു 35-40 ലക്ഷം ആൾക്കാർ ഈ ട്രക്ക് ഡ്രൈവേഴ്സും അങ്ങനെയുള്ള അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യും. 35 ലക്ഷം തൊട്ട് 40 ലക്ഷം ആൾക്കാർക്ക് ജോലി കിട്ടുന്നേയില്ല. അവിടാണ് ഈ 10-20 ലക്ഷം ആൾക്കാർക്ക് വിദേശത്തേക്ക് ജോലി നമ്മൾ കൊടുക്കും. വളർന്നു വരുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാവി എന്തായി തീരണമെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏത് മേഖലയിലാണെന്നുള്ള കാര്യമാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. മൂന്നാമത് നിങ്ങളുടെ പേഴ്സണാലിറ്റി. ആ പറയുന്ന ജോലി അല്ലെന്നുണ്ടെങ്കിൽ ആ മേഖല തിരഞ്ഞെടുക്കാൻ എൻ്റെ പേഴ്സണാലിറ്റിയെ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആകാം. അംശുബിയുടെ എപ്പിസോഡോട് പൂർണ്ണമാകുന്ന മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസ്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azure Builders, building beyond blue.